ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്ന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC നേതാവ് R. ചന്ദ്രശേഖരനെ അടക്കം പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി നൽകാത്തതിനെ തുടർന്നാണ് വിമർശനം. സർക്കാർ നിലപാട് പരിതാപകരമെന്നും ഹൈക്കോടതി പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രതികളായ INTUC നേതാവ് R. ചന്ദ്രശേഖരൻ, MD ആയിരുന്ന KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള CBIയുടെ അപേക്ഷ മൂന്നാം തവണയും സംസ്ഥാന സർക്കാർ നിഷേധിച്ചതിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. ഇടതു സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്നാണ് ഹൈക്കോടതി വിമർശിച്ചത്. സർക്കാർ അഴിമതിക്കാർക്കൊപ്പം നീങ്ങുകയാണ്. എന്തിനാണ് രണ്ട് പ്രതികളെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിലെന്നും ഹൈക്കോടതി ചോദ്യമുയർത്തി. അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു സർക്കാരിനെ കുറിച്ചുള്ള ധാരണയെന്നും കോടതി വിമർശിച്ചു. അങ്ങേയറ്റം മോശമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സർക്കാർ നിലപാട് ശരിയല്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ. കശുവണ്ടി വികസന കോർപ്പറേഷനിൽ 500 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നായിരുന്നു കേസ്. 2005 മുതൽ 2015 വരെ കശുവണ്ടി വികസന കോർപ്പറേഷൻ MD ആയിരുന്ന KA രതീഷ്, 2012 മുതൽ 2015 വരെ ചെയർമാനുമായിരുന്ന ചന്ദ്രശേഖരനും മറ്റു പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തി ചട്ടങ്ങൾ ലംഘിച്ച് കശുവണ്ടി ഇറക്കുമതി ചെയ്തതുവഴി കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് CBIയുടെ കണ്ടെത്തൽ. അതിനിടെ അഴിമതി കേസിൽ INTUC നേതാവിനെ മൂന്നാം തവണയും സംരക്ഷിക്കാനുള്ള ഇടതു സർക്കാരിന്റെ ശ്രമം രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന ആക്ഷേപവും നേരത്തെ ഉയർന്നിരുന്നു. ജനം, കൊച്ചി.